ദേ ഈ മനുഷ്യന്റെ ഒരു ദുരവസ്ഥ കണ്ടേ. മേനോൻ മുഖ്യന്റെ മധുരകരമായിട്ടുള്ള പാക്കും ആ പൂക്കിസവും കണ്ടിട്ട് അറിയാതെ ഒരു അബദ്ധം പറ്റി. അതിന് കിട്ടിയ എട്ടിന്റെ പണി കേട്ടെ. ഹായ്, നമസ്കാരം. ഇപ്പൊ ഞാൻ അയച്ചു കളഞ്ഞത് നമുക്ക് നിയമവിരുദ്ധമായ ഒരു കാര്യം ബമ്പർ ഫിറ്റ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായാലും ഈ സർക്കാരിന്റെ കാലത്തായാലും നിയമം തന്നെ. ഓൾട്രേഷനൊക്കെ കുറച്ചാവാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് വെച്ചതാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും അതിന് ഫൈൻ ഉണ്ടായില്ല. പക്ഷെ ഇപ്പോ ആര് ഫോട്ടോ എടുത്തിട്ടാണോ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ പ്രത്യേക ഒളിക്യാമറ സംഘം ഫോട്ടോ എടുത്താണോ എന്നറിയില്ല, നമുക്ക് 5000 രൂപയാണ് ഒരു ബമ്പർ ഫിറ്റ് ചെയ്യുന്ന ഫൈൻ വാങ്ങണം. 5000. അപ്പോ ഈ ഫൈൻ അടക്കണതിനൊക്കെ ഒരു മര്യാദ ഈ ഫൈൻ അടിച്ചു കൊടുക്കണേ. നമ്മളും ഈ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ ഓടുന്നവരാണല്ലോ. ഒളി ക്യാമറ ആയാലും എന്തായാലും ഫൈൻ അടച്ചു കൊടുക്കുന്നതിന് ഒരു മര്യാദ ഉണ്ടല്ലോ. ദയവ് ചെയ്ത് ഏതെങ്കിലും MVD ഉദ്യോഗസ്ഥരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഫൈൻ ഒന്ന് കുറച്ച്. ഞാൻ അവിടെ പോയിരുന്നു, MVD കാക്കനാട് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ പോയിരുന്നു, സംസാരിച്ചു. അവർ പറഞ്ഞു ഇത് ഓൺലൈൻ വഴി വന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് ആരോ ഫോട്ടോ എടുത്ത് വിട്ടു, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒളി ക്യാമറ സംഘം ഫോട്ടോ എടുത്തു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സമയം നേടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ 5000 രൂപയാണ് ഒരു മര്യാദയില്ലാത്ത ഫൈൻ നടത്തുന്നത്. ചിലപ്പോൾ പല കമന്റുകൾ വരുമായിരിക്കും, വോട്ട് ചെയ്താലേ അനുഭവിച്ചോ. ഞാനൊരു ഏത് പാർട്ടി ഞാൻ ചെറ്റത്തര കാണിച്ചാലും ഞാൻ ചോദിച്ചു, ഇതൊന്നും ചെറ്റത്തരത്തിൽ പെടില്ല. കാരണം ഇത് നിയമവിരുദ്ധമായ കാര്യം ബമ്പർ ഫിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഇത് ചോദിക്കുന്നത് ഈ ഫൈൻ ഒന്ന് കുറച്ച് തരിക. ഇതൊന്നും ഫൈൻ ആരും പഠിച്ചു കൊടുക്കരുത്. ഇത്രയും മാത്രം ആവശ്യപ്പെടുന്നത്. സൗകര്യം കുറയ്ക്കാം. ഇല്ലെങ്കിൽ നമ്മൾ അടയ്ക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം നമുക്ക് റോഡാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഓടുക. അപ്പൊ എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരുടെയും വാക്കായിട്ട് വണ്ടിയിൽ കൂടുതൽ പണികളൊന്നും ചെയ്യണ്ട. കാരണം ഇതൊക്കെ പിരിച്ച് മേടിച്ചിട്ടുണ്ടോ KSRTC ഫ്രീ കൊടുക്കാൻ. അതുകൊണ്ട് ഈ വക പരിപാടിക്ക് ആരും നിൽക്കണ്ടേ. ഇപ്പോൾ വണ്ടി എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് അതുപോലെ കൊണ്ടുനടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു സ്ഥലത്ത് ഫ്രീ കൊടുക്കുന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് പിടിച്ച് വാങ്ങണം. ആ ഒരു മേഖലയാണ് ഏറ്റവും നല്ല മേഖല, ഈ ടാക്സി മേഖല. അതുകൊണ്ട് ടാക്സി ഓടിക്കുന്നവർ ടാക്സി മാത്രം ഓടിക്കുക. ഞാനടക്കം. ബൈ ബൈ. അപകടകരമായിട്ടുള്ള ഒരു ഓൾട്രേഷനും അനുവദിക്കില്ല, അല്ലാത്തതെല്ലാം അനുവദിച്ചു കൊടുക്കും. അങ്ങനെയാണ് കാറിൽ ഒരു ബമ്പർ എടുത്തു വെച്ചത്. ഒന്നും രണ്ടും പൈസയല്ല, 5000 രൂപ പെറ്റി. അന്നന്നത്തെ അന്നത്തിന് ടാക്സി ഓടി ജീവിക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യർ. ഈ പൂക്കിസവും ഇമാതിരി ചിരിച്ചുകൊണ്ടുള്ള ബെഡായടിയും കേട്ടിട്ടാണ് പാവപ്പെട്ടവൻ അതിലൊരു ബമ്പർ എടുത്തു വെച്ചത്. അതിന് കൊടുക്കേണ്ടി വന്നതോ 5000 രൂപ പിഴ. എത്ര ദിവസം ഓടിയാൽ ഒരു വാഹനത്തിൽ നിന്ന് 5000 രൂപ കിട്ടും? ഒരു ദിവസം ഓടിയാൽ 2000-3000 രൂപ ചിലപ്പോൾ ടാക്സി ഓടിയാൽ കിട്ടുമായിരിക്കും. ആ ടാക്സി ഓടിയാൽ 2000 രൂപ കിട്ടിയാൽ അയാൾക്ക് എത്ര രൂപ എടുക്കാൻ കാണും? വണ്ടിയുടെ ഡീസൽ, സ്വന്തം വണ്ടി അല്ലെങ്കിൽ ഓണർക്ക് പൈസ കൊടുക്കണം. ഒരു പക്ഷേ സ്വന്തം വണ്ടിയാണെങ്കിൽ പോലും അതിന് ഇൻസ്റ്റാൾമെന്റ് കാണും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന പണമെടുത്ത് വേണം കുടുംബച്ചെലവ് നടത്താൻ. അപ്പോഴാണ് ഈ മൊബൈൽ ഫോണിൽ ഈ പൂക്കിസോ ഒക്കെ PR വർക്ക് വെച്ച് അടിച്ച് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ ചിരിക്കാത്ത മുഖ്യമന്ത്രിയല്ല, ചിരിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ വാക്കും കേട്ടുകൊണ്ട് ഒരു ചെറിയ ആഗ്രഹം, സ്വന്തം വണ്ടി ഒന്ന് മോടി പിടിപ്പിച്ച് അല്ലെങ്കിൽ ഓൾട്രേഷൻ അപകടകരമായിട്ടൊന്നുമല്ല, അതിലൊരു നല്ല ബമ്പർ എടുത്ത് ഫിറ്റ് ചെയ്തു. അതിന് പൂക്കി മുഖ്യന്റെ മറ്റൊരു വകുപ്പ് അടിച്ചു കൊടുത്തതാണ് 5000 രൂപ. ഇങ്ങനെ പണം മേടിച്ച് ഖജനാവിൽ വെച്ചാൽ ആ പണം മേനോൻ മുഖ്യമന്ത്രിക്ക് നല്ല കാര്യം ചെയ്യുമെന്നാണ് കരുതുന്നത്? ഒരിക്കലും ഇല്ല. പാവപ്പെട്ടവന്റെ കണ്ണീർ പണമാണ് നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നത്. പലയിടങ്ങളിലും പോയി പറ്റിപ്പോയി. മുഖ്യമന്ത്രി പറയുന്ന കേട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തു പോയത്. നിങ്ങൾ ഇതിൽ എന്തെങ്കിലും കുറച്ചു തരണം. ഒരു രക്ഷയില്ല. അത് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലാണ്, ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പാവപ്പെട്ടവൻ അതറിയില്ല. സാധാരണക്കാരായിട്ടുള്ള നിരവധി പേർക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിരിക്കുകയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് മുന്നും പിന്നും നോക്കാതെ ഓൾട്രേഷൻ ചെയ്തോ എന്ന രീതിയിൽ അനുമതി കൊടുത്തു. ഈ നാട്ടിലെ പല ചെറുപ്പക്കാർക്ക് നിയമങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തവരാണ്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എന്ന മനോഭാവത്തിലാണ് പലരും ഈ അബദ്ധത്തിൽ ചെന്നപ്പെട്ടത്. ആ അബദ്ധം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ബാധ്യതകളാണ് പിഴയായി മറു സൈഡിലൂടെ കൊടുക്കേണ്ടി വന്നത്. ഇത് കാണുമ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ട്, കാര്യം അത് കണ്ടിട്ടെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. ആ മനുഷ്യന് പൂക്കി മുഖ്യന്റെ മറ്റൊരു വിസ്മയ വീഡിയോ മാത്രമേ കാട്ടിത്തരാനുള്ളൂ. കാര്യം എങ്ങനെയാണ് മനുഷ്യരോട് ഒരു സൈഡിലൂടെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷം മറു സൈഡിലൂടെ അദ്ദേഹം ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഗുണമുണ്ടാക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആകണം ഭരണാധികാരി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കും. പൂ പോലും അറിയരുത് തേൻ കുടിക്കുന്നതായി. ജനങ്ങൾ അവർക്ക് ഫീൽ ചെയ്യാതെ മേടിക്കണം ടാക്സ്. ഭരണാധികാരി കേട്ടല്ലോ സഹോദര, ഇതാണ് ലക്ഷ്യം. നിങ്ങളോട് ഒരു സൈഡിൽ കൂടെ ഒരു കാര്യം പറയുമ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ, പൂക്കിത്തരം കാണിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സിമ്പിളായിട്ട് അഭിനയിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ പണി തരുന്നതാണ് ഈ പണി.
ചിരിക്കാത്തവരോ ഗൗരവതരമായി സംസാരിക്കുന്നവർ ഇങ്ങനെയുള്ള പണി ചെയ്യില്ല. അത് ചെയ്യാൻ പാടില്ല എന്ന് ഗൗരവതരമായി പറയുമ്പോൾ ഇതെന്താ രാജാവോ എന്നൊക്കെ ചോദിച്ച് അധിക്ഷേപിച്ചവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് മനുഷ്യനെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നു എന്നുള്ള കാര്യം. വെറുതെ നടന്ന മനുഷ്യരോട് ഈ നാട്ടിൽ ഓൾട്രേഷൻ ചെയ്യാൻ അനുവദിക്കുമെന്നുള്ള വലിയ വാഗ്ദാനം ചെറുപ്പക്കാർക്കിടയിലെല്ലാം അനാവശ്യമായി കൊടുത്തുകൊണ്ട് അവർ കയ്യിലിരുന്ന കാശ് ചെലവാക്കി ഓൾട്രേഷൻ നടപടികൾക്ക് മുഖ്യമന്ത്രി അനുമതി നൽകി, മുഖ്യമന്ത്രിക്കല്ല ഇതിന്റെ അധികാരം എന്ന് പോലും അറിയാതെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഈ അടുത്ത ദിവസം 4 കോടി രൂപയാണ് ഒരു മാസത്തിനിടയിൽ ഖജനാവിലേക്ക് പിരിച്ചെടുത്തത്. ഇങ്ങനെ കൊള്ളയടിച്ച പൈസ അത് വെച്ചിട്ട് എന്ത് കാര്യം ചെയ്താലും അത് മേനോൻ മുഖ്യമന്ത്രി മനസ്സിലാക്കിക്കോ, തനിക്കത് കാലക്കേടിന് വേണ്ടി ചെയ്യുന്ന കാര്യമായിരിക്കും, ഒരു സംശയമില്ല.